കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ ആര്യന്റെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ആര്യനും ആകാശും അനുശ്രയും കൂടെ ആര്യനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥകളൊക്കെ പറയാൻ പറഞ്ഞുകൊണ്ട് ധർമ്മനും ആകാശിനും ഒക്കെ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഈ സമയം ആര്യം പറഞ്ഞു, ശരിക്കും പറഞ്ഞ ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചു തന്നെയാന്ന് പറയാം. ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. പെട്ടെന്ന് ആകാശം പറഞ്ഞു, അല്ല നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് കണ്ടിട്ടില്ലോ. നിങ്ങൾ എവിടെ വെച്ചാൽ ഇതിനു മുമ്പ് സംസാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. നിങ്ങൾ കോളേജിൽ വെച്ച് എന്താണ് സംസാരിക്കാൻ വഴിയില്ല, പിന്നെ എവിടെ വെച്ചാ? അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് തന്നെ സംസാരിക്കാനായിട്ട് ഇഷ്ടം പോലെ സമയം സന്ദർഭം ഉണ്ടായിരുന്നു പറയാം. ഇഷ്ടം പോലെ സമയ സന്ദർഭം, അതെങ്ങനെ? ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനായിട്ടൊരു കോഡ് ഭാഷ ഉണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും ആകാശ് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, കോഡ് ഭാഷയോ? അതെന്ത് ഭാഷ? ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് കയറി വരുന്നേ. ഓഹോ, അപ്പൊ നീ ഇവിടെ നിൽക്കുമായിരുന്നു അല്ലേടാന്ന് ചോദിക്കും. പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു, അമ്മേ ആര്യൻചേട്ടൻ ഇവിടെ നിൽക്കട്ടെ. ആര്യൻചേട്ടനാ മിത്രയേച്ചിയെ കല്യാണം കഴിച്ച് ആ പ്രണയകഥ പറയുമായിരുന്നു പറയണം. ഓഹോ, അപ്പൊ പ്രണയകഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതി. അവിടെ ഒരു പെൺകുട്ടി തന്നെയാണെന്നുള്ള ചിന്ത നിനക്കില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും ആര്യം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് താഴേക്ക് വരുന്നില്ല എന്ന് പറയാം. അതെന്താ, നീ എന്താ ടെറസെ കിടക്കാൻ പോണേ? അതെ, ഞാൻ ടെറസെ കിടക്കാനാ. എടാ, നിന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി എന്ന് നിനക്ക് ആ ബോധം പോലും ഇല്ലേന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് അറിയാമേ, പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരാദ്യരാത്രി എനിക്ക് വേണ്ടാന്ന് പറയാം. അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് കയറി വരുന്നത്. മീനാക്ഷി വന്ന് ആകാശിനോട് പറഞ്ഞു, ആകാശ് ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുക. അല്ല, ഞാൻ ആര്യനുമായിട്ട് സംസാരിച്ചോണ്ട്. അതെ, അധികം സംസാരം ഒന്നും വേണ്ട, മുറിയിലേക്ക് വന്നേ ഇങ്ങോട്ട്. അതെ, ആര്യന്റെ ആദ്യരാത്രി എന്ന് അവർ ആദ്യരാത്രി ആഘോഷിക്കാൻ പോട്ടെ, ഇവിടെ വെച്ച് വെറുതെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ട, ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ആകാശിനെ മുറിയിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ഗോമതി ആര്യനോട് പറഞ്ഞു, ആര്യ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം. അപ്പൊ അനുസരിച്ച് പറഞ്ഞു, അമ്മേ ആര്യച്ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയണം. ദേ മിണ്ടാതിരുന്നോണം, എന്റെ ഇത് ഒരെണ്ണം അങ്ങ് മേടിച്ച് കിട്ടൂന്ന് പറയണം. അങ്ങനെ ആന്റെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങ് ഇറക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ധർമ്മൻ അനുസരിയോട് പറഞ്ഞു, എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ആര്യം സ്നേഹിച്ച് കിട്ടിയതല്ലാന്ന് തോന്നേ, വേറെ എന്തോ ഒരു ഊടായ്പിലൂടെ കല്യാണം കഴിച്ചാ എന്താന്ന് അധികം വൈകാതെ തന്നെ നമ്മൾ അറിയും മോളേന്ന് പറയാണ്. പിന്നീട് ആര്യനെ കൂടെ മുറിയിലേക്ക് എന്നപ്പം മിത്ര ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ബെഡിൽ ഇരിക്കുവാണ്. ഈ സമയം മീനാക്ഷിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആര്യനോട് പറഞ്ഞു, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മുറി കൊണ്ടിരുത്തിയിട്ട് നീ തോന്നിയ ദിവസം നടക്കുവാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അതിനിപ്പോ എന്താ, അവളെ കല്യാണം കഴിച്ച് എന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചൊന്നുമല്ലോ. അമ്മ പറഞ്ഞു ഞാൻ താലി കെട്ടി, അത്രമാത്രം. ഓഹോ, അപ്പൊ അത്രയ്ക്കുള്ളില്ലേ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അതിനപ്പുറത്തേക്ക് എന്തുണ്ടാവാനായിട്ടാ? എടാ ആര്യ, ഇങ്ങനൊന്നും അല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരേ മനസ്സും രണ്ട് ശരീരമായിട്ട് കഴിയണം. എപ്പോഴും നിങ്ങൾ ഇനി അടിയും വഴക്കൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ ഈ ജീവിതകാലം മുഴുവനും. പറഞ്ഞു കേട്ടല്ലോ, നീ ഇവളെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ ടെറസിലൊക്കെ പോയിരിക്കുന്നത് ശരിയാണോന്ന് ചോദിക്കാം. ഇത് കേട്ടത് മീനാക്ഷിയോട്, ശരിയാ, ഇത് ആദ്യരാത്രിയല്ല ആര്യ. ദേ, നമുക്കല്ലേ അറിയത്തുള്ളൂ നിങ്ങൾ സ്നേഹിച്ചല്ലേ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം. പക്ഷെ പുറത്ത് ആർക്കും അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു അറിയാവുന്നേ. അപ്പൊ നിങ്ങൾ അങ്ങനെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവത്തില്ലേ? അതെന്താ നീ ഓർക്കാത്തെന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ആര്യ, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. നിങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി എത്ര കാലം ജീവിക്കേണ്ടതെന്ന് അറിയാവോ? ഇത് കേട്ടതും ആര്യം പറഞ്ഞു, കൊള്ളാം, അമ്മയുടെ തമാശ എന്താണെന്ന് കൊള്ളാന്ന് പറഞ്ഞിട്ട് ആരുടെ അങ്ങ് പൊട്ടിച്ചിരിക്കുക. നീ എന്താടെ ചിരിക്കുന്നേ? എന്റെ അമ്മേ, രണ്ട് ശത്രുക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് എങ്ങനെ ഇരിക്കും? അതാ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അവൾക്ക് എന്നെ ഇഷ്ടമില്ല, എനിക്ക് അവളെ ഇഷ്ടമില്ല എന്ന് പറയാം. ഇതേ ആര്യ, അങ്ങനെയൊന്നും നീ പറയരുത്. നീ ഇതെന്ത് ഭാവിച്ച ഇങ്ങനെയൊക്കെ തുടങ്ങണേ? നിന്റെ ഭാര്യ, നീ കെട്ടിയ താലി അവളുടെ കഴുത്തേരളെ. താലി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്റെ അമ്മേ, ഇനി ഈ ജീവിതകാലം മുഴുവൻ ഇവളെ ഞാൻ ചുമക്കണം. അമ്മയ്ക്കറിയാവോ, ഇത്രയും വലിയൊരു ഭാരം എന്റെ തലയിലേക്ക് വെച്ച് കിട്ടിയത് അമ്മയെന്ന് പറയാം. ഇത് കേട്ടതും ദേഷ്യപ്പെട്ട് ഒറ്റ അടി കൊടുക്കണം ആരിന്റെ കൈ നോക്കി ഗോമതി. പിന്നീട് പറഞ്ഞു, എടാ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നടാ? ഭാരമാണ് പോലും. നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാനായിട്ട്? നിന്റെ സ്വന്തം ഭാര്യനെ കുറിച്ചാ നീ പറയണേ. ഇത്രയും കാലമായി ഇന്ന് വരെ ബാലേട്ടൻ ഞാനൊരു ഭാരമാന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബാലേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? പിന്നെ ആ അച്ഛന്റെ അമ്മയുടെ മോനെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും? അതും മിത്രനെ കുറിച്ച്. അമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായടാ. ഞാൻ താലി കെട്ടാൻ പറഞ്ഞപ്പോ നീ താലി കെട്ടി. ഞാൻ പക്ഷെ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്നറിയോ? മിത്രയുടെ ജീവൻ, അതോടൊപ്പം തന്നെ അനന്തേട്ടൻ അവിടെ കടുങ്കൈ ചെയ്യും. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞോണ്ടാ ഞാൻ നിന്നോട് താലി കെട്ടാൻ പറഞ്ഞേ. ഇപ്പൊ പക്ഷെ ഓർക്ക് ഒന്നും വേണ്ടായിരുന്നെന്ന്. വെറുതെ എന്തിനാ ഞാൻ ഇങ്ങനെ റിസ്ക് എടുത്തേ? ഞാൻ എത്രയൊക്കെ ഉന്തി മരം കയറ്റിയെന്ന് പറഞ്ഞാലും
കൈ വിട്ട് കഴിയുമ്പോൾ താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് നീ നിൽക്കുന്നത്. ഞാൻ എന്തിനാടാ നിന്നെ ഇങ്ങനെ താലി കെട്ടിച്ച് മിത്രയുടെ കഴുത്തില് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയായി പോയല്ലോ. മീനാക്ഷി പറഞ്ഞു, അമ്മ സങ്കടപ്പെടാതെ. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും മീനാക്ഷി? ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവന്റെ കാര്യം. ഇവന് വല്ല ചൂടുകൊണ്ടോ? അല്ലെങ്കിൽ അമ്മയുടെ മനസ്സെന്താന്ന് ഇവന് അറിയുന്നുണ്ടോ? ഇവന്റെ അച്ഛന് കടയിൽ എവിടെയോ പോയിരിക്കുന്നു, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വിഷമം എൻ്റെ ഒരു മനസ്സിൽ. ഇപ്പുറത്തെ വശത്തോ ഇവനെക്കുറിച്ചുള്ള ചിന്തകളും വേവലാതികളും. എന്തായി തീരും ജീവിതം എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഉരുകുക. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തേ. പക്ഷെ അവസാനം അത് എനിക്കിട്ടുള്ള പണിയായിട്ട് മാറിയല്ലോ. ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ? നിന്റെയൊക്കെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം മീനാക്ഷി ആര്യനോട് പറഞ്ഞു, ഇതേ അമ്മയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് കേട്ടോ, നിനക്കറിയാലോ ആര്യ, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, വേണ്ടാലും തോന്നുവാ മോളെ എനിക്കിപ്പം. എൻ്റെ ഒരു നിമിഷത്തെ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് താലി കെട്ടാൻ വേണ്ടി. പക്ഷേങ്കിൽ അതിന് ശേഷം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു. അവൾക്കൊരു പക്ഷെ അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ വേറെ നല്ലൊരു ബന്ധം കിട്ടിയാണെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, വരാനുള്ളതും വഴി തങ്ങത്തില്ല അമ്മേ. ആര്യനെ വിധിച്ചിരിക്കുന്ന മിത്രനായിരുന്നു. അവർ തമ്മിൽ നന്നായിട്ട് ജീവിക്കും. അമ്മ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് നന്നാക്കി എടുക്കാൻ നോക്കിയാൽ നന്നാവില്ല. ആര്യനും മിത്രയ്ക്ക് അതിൻ്റെതായ സമയം കൊടുക്കണം. അവർ ഇത്രയും നാൾ ശത്രുക്കളെ പോലെ കഴിഞ്ഞവരാ. പെട്ടെന്ന് ഒരു ദിവസം ആദ്യരാത്രി ആഘോഷിക്കാൻ പറഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ സമീപനം പാലിക്കണം. എത്രയെന്ന് പറഞ്ഞാലും ആര്യൻ മിത്രനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമേ. ഇപ്പൊ പിന്നെ അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക ചെയ്യണ്ടേ. പിന്നെ മറ്റൊരു കാര്യം, അമ്മയ്ക്കറിയാലോ, നമ്മൾ രണ്ടും കൂടി ചേർന്ന ഇത് വിവാഹം നടത്തിയെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ എന്താ ചെയ്ത് കൂട്ടുന്നതെന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഗോമതി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ മോളെ, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അവളുടെ ജീവിതം തകർന്നു പോകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഗുരുവായൂരപ്പനായിട്ട് ഒരു വഴി കാണിച്ചു തന്നെ എന്ന് പറയാം. ഈ സമയത്ത് അകത്ത് ആര്യം പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ആ ടെറസിൽ എങ്ങാനും മര്യാദയ്ക്ക് പോയി കിടന്ന. അപ്പോഴാണ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ? പിന്നീട് മിത്രോട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ താലി വലിച്ചു പൊട്ടിക്കാൻ, എന്നിട്ട് നീ എന്താ ചെയ്യാത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് മിത്ര പറഞ്ഞു, അല്ല ഞാനെന്തിനാ വലിച്ചു പൊട്ടിക്കുന്നത്? നിങ്ങൾക്ക് ആകാരുന്നല്ലോ, നിങ്ങൾ എന്താ ചെയ്യാത്തേന്ന് ചോദിക്കുക. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചല്ലേന്ന് ചോദിക്കുക. ഈ സമയം ആര്യനൊന്നും മിണ്ടിയില്ല. ആര്യം പറഞ്ഞു, വെറുതെ ഇരുന്ന് എൻ്റെ തലയിലേക്ക് നിന്നെ വലിച്ചു കെട്ടി വെച്ചു. എന്നിട്ടോ എന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ കിടന്ന് വേദന വന്നുകൊണ്ടിരിക്കുക. എന്ത് സന്തോഷത്തോടെ ഈ മുറി കിടന്ന് ഉറങ്ങിയിരുന്ന ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ല എന്തൊരവസ്ഥയാന്ന് നോക്കണേ. പിന്നീട് ആര്യം പറഞ്ഞു, ഈ മുറി കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകാൻ തോന്നില്ല. ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ എന്ത് ചെയ്യണം, കഥകും വലിച്ചടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവിടെ മീനാക്ഷിയും ഗോമതിയും നിൽക്കുന്നു. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എനിക്കറിയായിരുന്നടാ നീ അവളോടുമായിട്ട് വഴക്കുണ്ടാക്കി നീ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തേ. എടാ നീ ഇതെന്ത് ഭാവിച്ചാ? ടെറസിൽ പോയി കിടക്കാനായിരിക്കും അല്ലേ? നീ ഒരു ടെറസിലേക്കും പോകുന്നില്ല, മര്യാദയ്ക്ക് മുറിയിൽ പോയി കിടന്നേണം. ഈ ഗോമതിയെ പറയണേ, നീ അങ്ങനെ ടെറസിൽ പോയി കിടക്കാനല്ല നിന്നെ അവളെയും കൂടെ കല്യാണം കഴിപ്പിച്ചേ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ആര്യ എല്ലാം ശരിയായിക്കോളും, നീ അവളുമായിട്ടൊന്ന് അടുത്തിടപഴക, അവളോടൊന്ന് സംസാരിക്കുക, അവളുടെ മനസ്സിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അല്ലാതെ നീ ഇങ്ങനെ അവളെ ഒരു വെട്ടുപോത്തിനെ പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുന്നത്? നിന്നെ സ്നേഹിക്കാനോ നിന്നോട് സംസാരിക്കാനോ പോലും അവൾക്ക് താല്പര്യം കാണത്തില്ല. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, സംസാരിക്കാൻ താല്പര്യമല്ല, സംസാരിക്കണ്ട, എന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് ഞാൻ കൂട്ടിക്കോളും. ദേ അവളോട് ഞാൻ പറഞ്ഞ ആ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് അവളത് ചെയ്തില്ല എന്ന് പറയാം. കോമതി പറഞ്ഞ, ആര്യ ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, മുമ്പേ അടിച്ചെന്ന് ഞാൻ കരുതില്ല, ഒരെണ്ണോടെ അങ്ങോട്ട് ഇട്ട് തരുമെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, വേണ്ടമ്മേ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവനും മനസ്സിലാവുമെന്ന് പറയാം. ഗോമതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, മുറിയിലേക്ക് ചെല്ല്, ടെറസിലൊന്നും പോയി കിടക്കില്ല, എല്ലാവർക്കും സംശയം ഉണ്ടാവും. സംശയം ഉണ്ടായി പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേ. അമ്മേന്റെ നിന്റെ എല്ലാവരുടെയും കള്ളത്തരങ്ങളൊക്കെ പൊളിയും. അതുകൊണ്ട് നീ മുറിയിലേക്ക് ചെല്ലാൻ പറയാണ്. പിന്നീട് ആര്യം മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ മിത്ര ഇങ്ങനെ ആര്യനെ ഒന്ന് നോക്കി. പിന്നീട് ആര്യം പറഞ്ഞു, നീ എവിടെയാ കിടക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, ആര്യന് ഇഷ്ടമുള്ളത് എവിടെയാന്ന് വെച്ചാൽ ആര്യം കിടന്നോ, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയാം. പിന്നീട് ആര്യം പറഞ്ഞു, നിനക്ക് പാല് വേണ്ടേന്ന് ചോദിക്കും. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞാൽ എന്നെ പാലെടുത്ത് കുടിക്കുവാണ്. പിന്നീട് മിത്രയോട് പറഞ്ഞു, നിനക്ക് എവിടെ വെള്ളം കിടക്കാന്ന് പറയണം. മിത്ര പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എവിടെ കിടന്നാലും കുഴപ്പമില്ല, ആരിന്റെ ഇഷ്ടം എവിടെയാന്ന് വെച്ചാൽ ആരും കിടന്നോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആരിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിത്രനെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.